അമേരിക്ക റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് തർക്കത്തെ തുടർന്ന് ധനവിനിയോഗ ബിൽ അമേരിക്കൻ സെനറ്റിൽ പാസ്സായില്ല. ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യം. അവശ്യ സർവീസുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ വിവിധ മേഖലകളിലാണ് ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുക. ആ പ്രത്യാഘാതങ്ങൾ വിശദമായി വിലയിരുത്താൻ ഡോക്ടർ സജിമോൻ ആന്റണി നമ്മളോടൊപ്പം അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അവിടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം, ഈ കഴിഞ്ഞ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷട്ട് ഡൗണിലേക്ക് പോയ സാഹചര്യം, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് പ്രതിഫലിച്ചു തുടങ്ങുന്നത്? ശ്രീ, തികച്ചും അത് വലുതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഇതൂടെ പറയേണ്ടിയിരിക്കുന്നു, ഇതൊരു പുതുമയുമല്ല. കാരണം 1980 തുടങ്ങി പലപ്പോഴും പല 90കൾ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു ഡിബേറ്റ് വന്നു കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകളായിരുന്നു ഷട്ട് ഡൗൺ എങ്കിൽ 90ന് ശേഷം നമ്മൾ കണ്ടത് വേറൊരു രീതിയിലാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് 10 തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 6 തവണയും വളരെ സിവിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു വർഷം എന്ന് പറയുന്നത് 2013 പ്രസിഡന്റ് ഒബാമയുടെ സമയത്തും പിന്നെ 2018 സമയത്ത് 18-19 സമയങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ടേമിലായിരുന്നു. അന്ന് 35 ദിവസത്തോളം നീണ്ടുപോയി എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ ഒരു ടോക്ക് എന്ന് പറയുന്നത് എവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്, എന്താണ് ഡെമോക്രാറ്റുകളുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനുള്ളത്. കാരണം ഓർക്കണം, നമ്മൾ ഡോജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് 5-6 മാസം മുമ്പ് ഇലോൺ മസ്കും ട്രംപും ഒക്കെ കൂടി പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കിയായിരുന്നു ഫെഡറൽ വർക്ക് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഫെഡറൽ ഡെഫിഷ്യൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു. എന്നാൽ അതുകൊണ്ട് ഓടൊപ്പം എടുത്തു പറയേണ്ട വേറെ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് കെയർ സർവീസാണ്. മെഡിക്കെയ്ഡ് എലിജിബിൾ ആയിട്ടുള്ള ഏകദേശം 17 മില്യൺ അമേരിക്കക്കാരുടെ മെഡിക്കെയ്ഡ് ബെനിഫിറ്റുകൾ പോകുന്ന ഒരു പ്രൊവിഷന് 6 മാസം മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാസ്സാക്കിയ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് ഉണ്ട്. ആ പ്രൊവിഷന് എടുത്തു കളയണമെന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഒരു വലിയൊരു പുഷ് ഇതിന് ഈ നെഗോഷിയേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണഗതിയുടെ ഒരു എക്സ്റ്റൻഷൻ പീരീഡ്, സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയും. ഇങ്ങനൊരു കീറാമുട്ടിയായിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷട്ട് ഡൗണിലേക്ക് വരാതെ, അല്ലെങ്കിൽ ഷട്ട് ഡൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാനും മണിക്കൂറിലകം ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് വെച്ചുകൊണ്ട് 6 ആഴ്ചത്തേക്ക് 5 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 7 ആഴ്ചത്തേക്കൊക്കെ ഒരു താൽക്കാലിക ഒരു സൈന് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വരുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഇവിടെ ഇന്നും അതും കാണുന്നില്ല. എന്നാൽ ഇപ്പം എനിക്കറിയാൻ കഴിയുന്നത് സെനറ്റ് റിപ്പബ്ലിക്കൻസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സുകൾ അവർ രണ്ടാമത് ഒരു തവണയും കൂടി ആ ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് വളരെ വാശിയേറിയ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഡെമോക്രാറ്റ്സുകൾ ഇതിനെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ വേറൊരു പ്രത്യേകിച്ചുള്ള കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങിയതിനു ശേഷം വലിയൊരു പുഷ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഉണ്ടായിരുന്നു. ഈവൻ സുപ്രീം കോടതിയിൽ വരെ അത് പോയ കേസാണ് ഒബാമ കെയറിനെ അബോളിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒബാമ കെയറിന്റെ എക്സ്റ്റൻഷൻ, ബെനിഫിറ്റിന്റെ എക്സ്റ്റൻഷന് പാസ്സാക്കേണ്ട ഒരു ലാസ്റ്റ് ഡെഡ് ലൈൻ ഇന്നായിരുന്നു, ഒക്ടോബർ 1 ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൈസിസ് മോഡിൽ 2 കൂട്ടരും വാദിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കാത്തതിന്റെ കാരണം റിപ്പബ്ലിക്കൻസിനെ എങ്ങനെയെങ്കിലും ഈ ഒബാമ കെയറിനെ എടുത്തു കളയണം എന്നുള്ളൊരു വാശി കഴിഞ്ഞ 10-15 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇന്ന് ഈ ഒരു സാഹചര്യം വന്ന സ്ഥിതിയിൽ ഈ ഒരു ഫണ്ടിങ് അതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഒബാമ കെയറിന്റെ പ്രീമിയം ഒക്കെ ഏകദേശം 70% കൂടും. അപ്പൊ നാച്ചുറലി ആ പ്രോഗ്രാം കില്ലായി പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഇരുഭാഗത്തും അവരുടേതായ ആർഗ്യുമെന്റുകളുണ്ട്. എന്തായാലും ഇത് വളരെ സങ്കീർണമായിട്ടാണ് പോകുന്നത്. ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ചോദിച്ചാൽ, അമേരിക്ക ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എൻറ്റയർ അമേരിക്ക കംപ്ലീറ്റ് ഷട്ട് ഡൗൺ എന്നതിനെ ലിറ്ററലി എടുക്കരുത്. കാരണം അവശ്യ സർവീസുകൾക്കൊന്നും ഇതിനെ ബാധിക്കുകയില്ല. എന്നാൽ പ്രത്യേകിച്ച് FDA സർവീസ്, എയർ ട്രാവൽ സർവീസ്, വെറ്ററൻ സർവീസുകൾ, പാർക്കുകൾ, ഒരു പരിധി വരെ ചിലപ്പോൾ പോസ്റ്റൽ സർവീസുകൾ, ഇമിഗ്രേഷൻ സർവീസുകളൊക്കെ ഇതിനെ ബാധിച്ചേക്കാം. അപ്പൊ ഇത് ഏത് സെഗ്മെന്റിലാണ് അമേരിക്കയിൽ ഈ ഒരു സെഗ്മെന്റിലുള്ള ആൾക്കാർ, ഗവൺമെന്റ് എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് എന്നതിനെ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇത് ആർക്കാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇമിഗ്രേഷൻ നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യം കൂടെയാണ്. അപ്പൊ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയൊക്കെ ഫുർലോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നീങ്ങാനുള്ള ഫയലുകൾ ഒന്ന് സ്ലോ ആയി പോകും. കാരണം എംപ്ലോയീസ് വേക്കന്റ് ആണ്, ഇപ്പൊ ഇവിടെ ആരും അവധി എടുക്കുന്ന കാരണം കൊണ്ടിട്ട്. അതുകൊണ്ട് തന്നെ എയർ
ട്രാവലിന് കഴിഞ്ഞ തവണ ഇതായപ്പോൾ 2018 ട്രംപ് അഡ്മിനിസ്ട്രേഷന് വന്നപ്പോൾ 35 ദിവസം കഴിഞ്ഞപ്പം അതിന്റെ സൊല്യൂഷനിലേക്ക് വരാനുള്ള ഒരു റീസൺ TSA ആയിരുന്നു. അതായത് എയർ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെക്യൂരിറ്റി സർവീസ് അവർക്ക് ഭയങ്കര വർക്ക് ലോഡ് വന്നപ്പം അത് എയർ ട്രാവൽ സേഫ്റ്റിയെ ബാധിക്കും എന്നുള്ള കാരണം പറഞ്ഞാണ് 35 ദിവസം കഴിഞ്ഞ നെഗോഷിയേഷൻ പൂർണ്ണമായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ചില അവശ്യ സാധനങ്ങളെല്ലാം എമർജൻസി സർവീസുകളെല്ലാം ഓപ്പൺ ആണ്. എന്നാൽ പാർക്കുകൾ, പോസ്റ്റൽ സർവീസുകൾ, വെറ്ററൻ സർവീസുകൾ, ഇമിഗ്രേഷൻ സർവീസുകൾ, FDA സർവീസുകൾ ഇതൊക്കെയാണ് ഡയറക്റ്റ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് HHS സർവീസുകൾ 40% ഫർലോ ആണ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 90% ഫർലോ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതോടെ പറയുകയാണ് സ്റ്റോപ്പ് ക്യാപ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇവിടെ ടോക്ക് നടക്കുന്നുണ്ട്. എവിടെ വരെ ആകുമെന്ന് നമുക്കറിയില്ല. ഏതായാലും വരും മണിക്കൂറുകൾ വരും ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീജ, ശരി, വളരെ നന്ദി ശ്രീ സജിമോൻ ആന്റണി, ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ആകാംക്ഷയോടെ തന്നെയാണ് അമേരിക്കയിലെ ജനങ്ങളും ഒപ്പം ലോകരാജ്യങ്ങളും അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്ത.